ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാ. അത് നമ്മൾ സോയിൽ മോയ്സ്ചറൈസേഷൻസിൻ്റെ പ്രോജക്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ആർഡിനോ നാനോ വെച്ചാണ്. ആർഡിനോ നാനോ LM293Dയുടെ മോട്ടോർ ഡ്രൈവറും പിന്നെ ഒരു മോട്ടറും പിന്നെ മോയ്സ്ചർ സെൻസറും വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പവർ സപ്ലൈക്ക് വേണ്ടി പവർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. മോയ്സ്ചർ ഇല്ലാത്ത സോയിലാണ്. ഇപ്പം മോയ്സ്ചർ വന്നു കഴിയുമ്പോൾ വെള്ളം കയറി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ ഇവിടെ വെള്ളം അടിയിൽ ഇപ്പോൾ മോയ്സ്ചർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഓഫ് ആയത്. അടിയിൽ വെള്ളമുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ ഓഫ് ആവും, വെള്ളം ഇല്ലെങ്കിൽ ഓൺ ആവും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. മോയ്സ്ചർ സ്ഥലത്ത് കുത്തിക്കഴിഞ്ഞാൽ ഓഫ് ആവും, മോയ്സ്ചർ ഇല്ല സ്ഥലത്ത് കുത്തിക്കഴിഞ്ഞാൽ ഓഫ് ആകില്ല, ഓണായിരിക്കും. അതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇതിൻ്റെ കോഡ് എങ്ങനെ എഴുതേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ വോയിഡ് സെറ്റപ്പ് എഴുതണം. വോയിഡ് സെറ്റപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നൊക്കെ റെഡിയാക്കണം. ഏത് പിന്നിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യണത് പിൻ മോഡ് 3 ഇല്ലേ, മൂന്നാമത്തെ പിന്ന് ഇൻപുട്ടായിട്ട് എടുക്കണം, ആ സെൻസറിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പിന്ന് ഔട്ട്പുട്ടായിട്ട് എടുക്കണം, മോട്ടറിന് വെള്ളം പമ്പാൻ വേണ്ടിയുള്ള മോട്ടറില്ലേ, അതിനുവേണ്ടി ഔട്ട്പുട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വോയിഡ് ലൂപ്പിലായിട്ട് പോകണം. ഈ ലൂപ്പിൽ ഫുൾ ടൈം വർക്കാവുന്ന സംഭവമാണ്. 2 വോൾട്ടേജ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇപ്പം എഴുതിക്കണ്ട ഇഫ് ഡിജിറ്റൽ ലൈറ്റ് 3 മൂന്നാമത്തെ സ്ഥലം സെൻസർ ഇരിക്കുന്ന സ്ഥലത്ത് കറണ്ട് കൂടുതലാണെങ്കിൽ നമ്മൾ മോട്ടറിൻ്റെ സ്ഥലത്ത് കറണ്ട് കൂടാക്കണം. കറണ്ട് കൂടുതലാക്കുമ്പോൾ അപ്പോൾ മോട്ടർ ഓണാവുമല്ലോ. ഫസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ സെൻസറിൻ്റെ സംഭവം കറണ്ട് കൂടുതലല്ല, ഒട്ടും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മോട്ടറിൻ്റെ ഇതിനെ വർക്കാക്കരുത്, ഓഫാകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വോയിഡ് ലൂപ്പും ക്ലോസ് ചെയ്യുക. ലൂപ്പിൻ്റെ ഇതില്ലേ അത് ക്ലോസ് ചെയ്യുക. ഇത്ര ഉള്ളൂ നമ്മുടെ കോഡ്. ഭയങ്കര സിമ്പിൾ കോഡാണ്. സെൻസറിൻ്റെ അവിടെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ നമ്മൾ മോട്ടറിൻ്റെ വോൾട്ടേജ് കൂടുതലാക്കണം. സെൻസറിൻ്റെ അവിടെ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ മോട്ടറിനെ ലോ ആക്കണം, മോട്ടർ വർക്കാകരുത്. അപ്പോൾ നമ്മുടെ ലൂപ്പ് എത്ര ഉള്ളു. അപ്പോൾ ഇത്ര ഉള്ളു നമ്മുടെ പ്രോജക്റ്റ്. ഈ പിൻ മോഡ് യൂസ് ചെയ്യണത് അവിടെ സെൻസർ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. മോട്ടർ സെൻസർ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ആ പിൻ മോഡ് യൂസ് ചെയ്യണത് നമ്മൾ. അപ്പോൾ രണ്ടാമത്തെ പിന്നിൽ മോട്ടറും മൂന്നാമത്തെ പിന്നിൽ സെൻസറും. അപ്പോൾ ഇത്ര ഉള്ളു നമ്മുടെ കോഡ്, ഈ സിമ്പിൾ കോഡ്.